പ്രിയ സുഹൃത്തുക്കളെ, ഇവിടെ രാഷ്ട്രീയ ചരിത്രം, ചെറ്റ, അങ്ങനെയുള്ള കുറേ അൺപാർലമെൻ്ററി ഭാഷ അല്ലെങ്കിൽ ലാംഗ്വേജ് ഉപയോഗിച്ചെന്നും പറഞ്ഞ് വലിയ കോലാഹലം കേരളത്തിൽ ഇപ്പോൾ ഈ ഇലക്ഷൻ്റെ കാലഘട്ടത്തിൽ നടക്കുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ച് എൻ്റെ ചെറിയൊരു എളിയ അഭിപ്രായം എൻ്റെ നേരിട്ടുള്ള അനുഭവത്തിൽ നിന്നും പിന്നെ നമ്മൾ മലയാളികളെല്ലാം കണ്ടു മനസ്സിലാക്കിയ സത്യങ്ങളിൽ നിന്നും പറയാൻ ശ്രമിക്കണേന്. അപ്പോൾ ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജി സുധാകരനെ ചെറ്റയെന്ന് വിളിച്ചെന്നും പറഞ്ഞാണ് ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാകണത്. 2-3 വർഷം മുമ്പ് അന്നത്തെ KPCC പ്രസിഡൻറ്റും ഇപ്പോൾ ഒരാഴ്ച മുമ്പ് കോൺഗ്രസിൽ നിന്ന് ചാടി പുറത്തു പോയി മത്സരിക്കുമെന്നൊക്കെ ഭീഷണി മുഴക്കി ഇപ്പോൾ അവസാനം ഒതുങ്ങിക്കൂടിയ കെ സുധാകരൻ കേരളത്തിലെ ജനങ്ങൾ തിരഞ്ഞെടുത്ത കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, അത് ഏത് പാർട്ടി ആയിക്കോട്ടെ, അതിപ്പോൾ AK ആൻ്റണി ആയാലും ഉമ്മൻചാണ്ടി ആയാലും VS ആയാലും പിണറായി വിജയനായാലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അതിനുശേഷമേ അയാളൊരു രാഷ്ട്രീയക്കാരനോ അല്ലെങ്കിൽ ഇൻഡിവിജ്വലോ ആവുള്ളൂ. അപ്പം അദ്ദേഹത്തിന് 3 വർഷം മുമ്പ് അന്നത്തെ കോൺഗ്രസ് പ്രസിഡൻറ്റ്, കേരള കോൺഗ്രസ് KPCC പ്രസിഡൻറ്റ് കെ സുധാകരൻ ചെറ്റ എന്ന് വിളിച്ചപ്പോൾ ഇപ്പം കിടന്ന് അലറി വിളിക്കുന്ന, അല്ലെങ്കിൽ അതൊരു വലിയ സംഭവമാക്കി ഈ ഇലക്ഷൻ്റെ സമയത്തിൽ എന്തെങ്കിലും രീതിയിൽ ഗുണം ചെയ്യണമെങ്കിൽ ചെയ്യട്ടെ എന്നും പറഞ്ഞ് അലമുറയിട്ട് കരയുന്ന KC വേണുഗോപാൽ, VD സതീശൻ, ഇപ്പോഴത്തെ KPCC പ്രസിഡൻറ്റ്, അങ്ങനെ കുറേ ആൾക്കാർ കിടന്ന് കരഞ്ഞു വിളിക്കണമുണ്ട്. രമേശ് ചെന്നിത്തല അതിൻ്റെ അകത്തുണ്ട്. അത് ഒരുവിധമുള്ള എല്ലാ കോൺഗ്രസ്സുകാരും, അതിനേക്കാളും ഏറ്റവും വലുത് മാപ്രകൾ, നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ കിടന്ന് നിലവിളിച്ച് കരഞ്ഞ് പിന്നെ സോഷ്യൽ മീഡിയക്കാർ റീലിട്ട് വിഷമിക്കുന്നുണ്ട്. അപ്പോൾ അന്ന് പിണറായി വിജയനെ ചെറ്റേന്ന് വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർക്കായിരിക്കും നൊന്തില്ല, വെന്തില്ല, വിഷമം ഉണ്ടായില്ല. പക്ഷെ പിണറായി വിജയൻ അയാളുടെ പാർട്ടിയിൽ ഇത്ര നാളും ഉണ്ടായി, വർഷങ്ങളോളം 19 വർഷത്തോളം രാഷ്ട്രീയത്തിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയൊരു ബുദ്ധിജീവിയായിട്ടും കമ്മ്യൂണിസം പഠിപ്പിക്കുന്ന കമ്മ്യൂണിസം പഠിപ്പിക്കുന്ന ഒരാൾ പെട്ടെന്ന് പാർട്ടി വിട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അയാളെ രാഷ്ട്രീയ ചരിത്രം കാണിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഭയങ്കര വിഷമവും വേദനയും ഒക്കെ ആയിട്ട് എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ടുപേർക്കും രണ്ട് രീതിയിലാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കെ സുധാകരൻ അല്ലെങ്കിൽ കോൺഗ്രസ്സിലെ ഒരു നേതാവ് ചെറ്റേന്ന് വിളിച്ചാൽ അത് കുഴപ്പമില്ല. പക്ഷേ പിണറായി വിജയൻ രാഷ്ട്രീയ ചരിത്രം കാണിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. അതുപോലെ ഒരു 5-8 വർഷങ്ങൾക്ക് മുമ്പ് കോവിഡ് കാലത്ത് കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രിയായിരുന്ന ശൈലജ ടീച്ചർ, അന്നത്തെ KPCC പ്രസിഡൻറ്റും പല കോൺഗ്രസ് നേതാക്കളും കോവിഡ് റാണി, പിന്നെ റോക്ക് സ്റ്റാർ, അങ്ങനെ എന്തൊക്കെയാണ് വിളിച്ചത്. അപ്പോഴൊന്നും മാപ്രകൾക്കും സോഷ്യൽ മീഡിയക്കാർക്കും കേരളത്തിലുള്ള ഒരാൾക്കും, അതുപോലെ തന്നെ കോൺഗ്രസ്സിലുള്ള ഒരു നേതാക്കൾക്കും അതൊരു പ്രശ്നമായിട്ട് തോന്നിയില്ല. അന്നാരും ഇത് പൊക്കിക്കൊണ്ടെന്ന് ചർച്ച ചെയ്തതായിട്ടോ സോഷ്യൽ മീഡിയയിൽ തരംഗമാക്കിയതോ കണ്ടില്ല. അപ്പം എനിക്ക് മനസ്സിലാകാത്തത്, ഇപ്പം ആര് എന്ത് വിളിക്കണം എന്നല്ല പ്രശ്നം, വിളിക്കണ ആൾ ഏത് പാർട്ടിയിലാണ് എന്നുള്ളതാണ് പ്രശ്നം എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പും ഇലക്ഷനൊക്കെ വരുമ്പോൾ അത് മാപ്രകൾ അല്ലെങ്കിൽ മാധ്യമങ്ങൾ വലിയ സംഭവമായിട്ട് കുത്തിപ്പൊക്കി കൊണ്ടുവരുമ്പോഴത്തേക്കും എനിക്ക് അത് കാണുമ്പോൾ ചിരിയാ വരണത്. പിന്നെ 2 സുധാകരന്മാരുണ്ട്. ഒന്ന് കോൺഗ്രസിൻ്റെ കെ സുധാകരൻ, അങ്ങേര് ഒരു 10 ദിവസം ഇവിടെ കാണിച്ചു കൂട്ടിയതൊക്കെ കേരളത്തിലെ ജനങ്ങളെല്ലാം കണ്ടതാണ്. അവസാനം പാർട്ടി അയാൾക്ക് സീറ്റ് കൊടുക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അയാൾ അടങ്ങിക്കൂതി, ഞാൻ കോൺഗ്രസ്സാണ് ഏറ്റവും വലുത്, കോൺഗ്രസ് കഴിഞ്ഞിട്ടേ ഞാനുള്ളൂ എന്നും പറഞ്ഞ് അടങ്ങിക്കൂതി ഒരു മൂലക്കിരുന്നു.
നല്ല കാര്യം. അതാണ് വേണ്ടത്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവർ സ്വന്തം അധികാരമോഹത്തിനും അല്ലെങ്കിൽ എന്താണ് ഒരു എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും അധികാരത്തിൽ വരണമെന്നും. അയാൾക്ക് മന്ത്രിയാണോന്നും മുഖ്യമന്ത്രിയാണോ എന്നൊക്കെ തോന്നിയാൽ ആർക്കും കുറ്റം പറയാൻ പറ്റില്ല. അതിൽ ശ്രമിക്കണേലും തെറ്റില്ല. പാർട്ടി അത് പറ്റൂലെന്ന് പറഞ്ഞപ്പോൾ മാറിയിരുന്നത് നല്ല കാര്യം. മറ്റേ സുധാകരൻ, സുധാകരൻ, രണ്ടുപേരും ചെയ്തതിൽ വ്യത്യാസമൊന്നുമില്ല. അയാളും ശ്രമിച്ചു. അപ്പോൾ അവരുടെ പാർട്ടിയുടെ സിസ്റ്റം അനുസരിച്ച് കഴിഞ്ഞിട്ട് ഇത്ര വയസ്സ് കഴിഞ്ഞാൽ അവരെ മത്സരിപ്പിക്കത്തില്ല. 2 പ്രാവശ്യം മത്സരിച്ച് കഴിഞ്ഞാലും പിന്നെ ചാൻസ് കൊടുക്കാറില്ല. കഴിഞ്ഞ പ്രാവശ്യം അയാൾക്ക് ചാൻസ് കൊടുത്തില്ല. അയാൾക്ക് മാത്രമല്ല, അന്ന് ഇയാളെക്കാലം നന്നായിട്ട് മന്ത്രിയായിരുന്ന തോമസ് ഐസക്ക് ഉണ്ട്. അങ്ങനെ എന്തോരോ ആൾക്കാരുണ്ട്. പലർക്കും സീറ്റ് കൊടുത്തില്ല. 2 പ്രാവശ്യം മത്സരിച്ച ആൾക്കാർക്കും സീറ്റ് കൊടുത്തില്ല. 2ാമത്തെ പ്രാവശ്യം മത്സരിച്ച ശൈലജനെ പോലെ വളരെ പേരെടുത്ത ഒരു മന്ത്രിക്ക് മന്ത്രിസഭയിൽ സ്ഥാനവും കൊടുത്തില്ല. അപ്പോൾ ഇയാൾക്ക് ആഗ്രഹം ഉണ്ടായി, പറഞ്ഞു, പാർട്ടി പറഞ്ഞു പറ്റൂല എന്ന് പറഞ്ഞു. ഉടനെ അയാൾ വേറൊരു പാർട്ടിയിൽ പോയി ജോയിൻ ചെയ്ത്. അത് വെറും സാധാരണ പാർട്ടിയല്ല, കോൺഗ്രസ് പാർട്ടിയാണ് അദ്ദേഹത്തിൻ്റെ സഹോദരനെ വളരെ മൃഗീയമായി കൊന്നുകളഞ്ഞത്. രാഷ്ട്രീയ പകപോകലിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ സ്വന്തം സഹോദരനെ കൊന്നുകളഞ്ഞിട്ട് ആ കൊന്ന പാർട്ടിൻ്റെ കൂടെ പോയിരുന്നിട്ട് ഇപ്പോൾ അയാളെന്തോ വലിയ സത്യസന്ധനാണെന്നും പറഞ്ഞ് കോൺഗ്രസ്സുകാർ ചുമന്നുകൊണ്ട് നടക്കണം. ആ കോൺഗ്രസ്സുകാർ സ്വന്തം സഹോദരനെ കൊന്നതാണെന്നുള്ള കാര്യമൊക്കെ അയാൾ മറന്നു. BJP-നെ നഖശികാന്തം എതിർത്തുകൊണ്ടിരുന്ന സുധാകരൻ ഇപ്പോൾ BJP-യുടെ 5000 വോട്ട് കിട്ടുമെന്നൊക്കെയാണ് പറയണത്. എനിക്കറിയാൻ പാടില്ല. അയാൾ എന്തോ 90,000 വോട്ട് കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട്. അയാൾക്ക് പ്രായത്തിൻ്റേതായിട്ടുള്ള എന്താ പറയണ ഓർമ്മശക്തി കുറവോ അല്ലെങ്കിൽ അധികാരത്തിലിരുന്നിരുന്നു 8 പ്രാവശ്യം കണ്ടും പുള്ളി മത്സരിച്ചതിൽ 4 പ്രാവശ്യം ജയിച്ച്. അത് 4 പ്രാവശ്യം MLA ആയിരിക്കുമ്പോൾ 2 പ്രാവശ്യം അയാൾ മന്ത്രിയായിരുന്നാണ്. അയാൾക്ക് അതൊന്നും പോരാഞ്ഞിട്ട് അധികാരത്തിൻ്റെ അക്രാന്തി അതെല്ലാവർക്കും ഉണ്ടാവും. അത് സുധാകരനും ഉണ്ടായിരുന്നു. അപ്പോൾ പാർട്ടി കൊടുക്കൂലെന്ന് പറഞ്ഞപ്പോൾ അയാൾ നല്ലൊരു പാർട്ടി പ്രവർത്തകനായിട്ട് മാറിയിരുന്നു. ഇയാൾ നേരെ പോയിട്ട് അയാളുടെ കുടുംബത്തിലെ സ്വന്തം രക്തബന്ധത്തിൽപ്പെട്ട സ്വന്തം സഹോദരനെ കൊന്ന ആ പാർട്ടീൻ്റെ കൂടെ ഇരുന്നിട്ട് 50 വർഷത്തിൽ കൂടുതൽ ഭാഗമായിരുന്നൊരു പാർട്ടിക്കെതിരെ വെല്ലുവിളിക്കൽ കാണിക്കുന്നത് നല്ലതാണെന്ന് കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തട്ടെ. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ നിന്ന് ഒത്തിരി ആൾക്കാരൊക്കെ പോയിട്ടുണ്ട്. MVR പോയിട്ടുണ്ട്, ഗൗരിയമ്മ പോയിട്ടുണ്ട്, പലരും പോയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ കണ്ടതാണ്. MVR പോയിട്ട് കോൺഗ്രസിൽ പോയി ചേർന്നൊന്നുമില്ല. അയാൾ CMP എന്നും പറഞ്ഞൊരു പാർട്ടി ഉണ്ടാക്കി മരിക്കണവരെ അയാൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ടാണ് നിന്നത്. ഉറപ്പാണ് അയാൾ UDF-ൽ ചേർന്ന് UDF-ൽ അയാളുടെ സ്വന്തം പാർട്ടിയിൽ സ്വന്തം ചിന്താഗതികളിൽ കമ്മ്യൂണിസ്റ്റായിട്ടാണ് അയാൾ മരിച്ചത്. അവസാന കാലഘട്ടത്തിൽ മരിക്കാറായി കഴിഞ്ഞപ്പോൾ അയാൾ തിരിച്ചു വന്നു എന്നൊക്കെ പറയണം. അത് വന്നാലും വന്നില്ലെങ്കിലും അയാൾ പാർട്ടിനോട് വിരോധം ഉണ്ടെങ്കിൽ നാച്ചുറലായിട്ട് അയാൾ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രത്തിൽ നിന്നുകൊണ്ട് പുതിയൊരു പാർട്ടി ഉണ്ടാക്കി മാറി. നല്ല കാര്യമാണ്. ഗൗരിയമ്മ അതുപോലെ തന്നെ പാർട്ടിയായിട്ട് പ്രശ്നമുണ്ടായി അവർ പോയി പുതിയ പാർട്ടി ഉണ്ടാക്കി UDF-ൻ്റെ ഭാഗമായി. അതിലെന്താ കുഴപ്പം? അവസാന കാലഘട്ടത്തിൽ അവരും ഈ MVR-നെ പോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമായിട്ട് കൂടെ തന്നെ നിന്നതാണ്. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. പക്ഷെ സ്വന്തം എതിരാളികൾ ഒരു കാരണവശാലും അവരുടെ രാഷ്ട്രീയ ചിന്താഗതിയുമായിട്ട് യോജിക്കാത്ത ആൾക്കാർ അതിൽ സ്വന്തം കുടുംബത്തിലെ ആൾക്കാരെ കൊന്നവരുടെയൊക്കെ കൂടെ നിൽക്കുക, എന്നിട്ട് രാജ്യത്തെ ഏറ്റവും വലിയ ശത്രുവായ BJP-യുടെ അടുത്ത് നിന്ന് വോട്ട് വാങ്ങുമെന്ന് പറയുക. അപ്പം അങ്ങനെയുള്ളവരെ സാധാരണ രീതിയിൽ ഇപ്പം നമുക്കും ആരോടെങ്കിലും എന്തെങ്കിലും ദേഷ്യം തോന്നി എന്തെങ്കിലുമൊക്കെ വാക്കൊക്കെ പറയും. എരപ്പാളിയെന്നോ വഞ്ചകനെന്നോ എന്തും പറയാം. രാഷ്ട്രീയ ചെറ്റത്തരമൊന്നും പറയാം. അതൊക്കെ എല്ലാവരും പറയും. മുഖ്യമന്ത്രിയും പറഞ്ഞു. പക്ഷെ മുഖ്യമന്ത്രിനെ ചെറ്റെന്ന് വിളിച്ചാൽ കുഴപ്പമില്ല, ശൈലജ ടീച്ചറിനെ കോവിഡ് റാണിയെന്നും റോക്ക് സ്റ്റാറെന്ന് വിളിച്ചാൽ കുഴപ്പമില്ല. ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിനെ എന്താ പറയണ ഓസ്കാർ അഭിനയം എന്നൊക്കെയാണ് പറഞ്ഞത്. എനിക്കറിയില്ല. അതൊന്നും പറഞ്ഞാൽ കോൺഗ്രസ്സിലുള്ള ഒരു നേതാക്കന്മാർക്കും ഒരു പ്രശ്നമില്ല. കേരളത്തിലുള്ള സാമൂഹ്യ വലിയ എന്താണ് ബുദ്ധിജീവികൾക്ക് പ്രശ്നമില്ല. മാധ്യമപ്രവർത്തകർക്കും മാപ്രകൾക്കും പ്രശ്നമില്ല.
ചില സ്ഥലങ്ങളിൽ നിന്ന് ചില ആൾക്കാർ പറഞ്ഞാൽ വലിയ പ്രശ്നമാണ്. അപ്പോൾ അതൊന്ന് പറഞ്ഞെന്നേ ഉള്ളൂ. ആരാണ് നല്ലത് ആരാണ് ചീത്തത് എന്നൊക്കെ തിരിച്ചറിയാനുള്ള വിവരവും വിദ്യാഭ്യാസവും വിവേകവും രാഷ്ട്രീയ ബോധവും കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. അപ്പോൾ കേരളത്തിലെ ജനങ്ങൾ തീരുമാനിക്കട്ടെ, അവരുടെ തീരുമാനം ഇലക്ഷനിൽ വോട്ട് ചെയ്ത് രേഖപ്പെടുത്തട്ടെ, സത്യം ചെയ്യിക്കട്ടെ. നല്ല നമസ്കാരം. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. താങ്ക് യു.